ഒരു ബർത്ത്ഡേ ബ്ലോഗ് ആയാലോ? മോളുടെ ആണ് കേട്ടോ. കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലേറ്റ് ആയിട്ടോ. ഞങ്ങൾ തലേ ദിവസം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതിൻ്റെ സിസ്റ്റർ നാത്തൂൻ്റെ മോനാട്ടോ. അവർ രണ്ടുപേരും ഒരു ദിവസത്തെ വ്യത്യാസമുള്ളൂ കേട്ടോ. ഒരാൾ പകലും ഒരാൾ രാത്രി അങ്ങനെ ഇരുന്നു കേട്ടോ. ഒരാൾ കരയാൻ നിന്നാൽ മറ്റേ ആളും കരയും. അങ്ങനെ രണ്ടാളെയും കൊണ്ട് ഫോട്ടോ എടുക്കൽ ഭയങ്കര ടാസ്ക് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടി, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിൽ കിട്ടിയ നല്ല ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോകണ്ടായി പോയിട്ടോ. പിന്നെ പിറ്റേ ദിവസം ബർത്ത്ഡേൻ്റെ അന്ന് ഫസ്റ്റ് ഞങ്ങൾ പായസം ഉണ്ടാക്കിയത് കേട്ടോ. ബർത്ത്ഡേ ദിവസം ഒരു പായസത്തിൽ തുടങ്ങട്ടെ, അല്ല ഒരു മധുരത്തിൽ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടിപൊളി സേമിയ പായസം ഉണ്ടാക്കിയിട്ട്, അത് സേമിയ ചെറിയ സൈസുള്ള ഒരു ഇതുണ്ടല്ലോ, ആ സാധനമാണ്. ഇതിന് സേമിയ എന്നാണോ പറയാ എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു സാധനം കൊണ്ട് ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് കുഞ്ഞിതും കൊണ്ട് ഉണ്ടാക്കുന്ന പായസം എല്ലാം ഇഷ്ടമാണ്. എനിക്ക് പായസം എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ റെഡിയാക്കിയിട്ട വേഗം ചെറുതായിട്ടേക്ക്, അങ്ങനെ ബർത്ത്ഡേ വലിയതായിട്ട് ആഘോഷിക്കുന്ന ടീംസൊന്നും അല്ല, ഒന്ന് ചെറുതായിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ സിസ്റ്ററൊക്കെ വിളിച്ചിരുന്നു, വലിയ സിസ്റ്ററൊക്കെ വരാം, കുട്ടികളും വരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കിയതാട്ടോ. അങ്ങനെ എല്ലാവരും എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പി എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അതൊക്കെ എടുക്കാൻ വിട്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷം പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പുറത്തൊന്ന് പോകേണ്ടിണ്ടായിരുന്നു. മോക്കൊരു കുഞ്ഞു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഹണി കേക്ക് വരെ പോവാണ് കോട്ടക്കല്. ഇന്റെ മുന്നേ പച്ചിന്റെ ഇപ്പം പോയി കണ്ടോളൂ, മുന്നിൽ തന്നെ ഇരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. എൻ്റെ അനിയനെ കാണിക്കാൻ നിന്നപ്പോൾ എന്നെ കാണിക്കണ്ട, എൻ്റെ ഫേസ് കാണിക്കണ്ടെന്ന് കേട്ടോ. എന്താ എന്നെ കാണിച്ച. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ചെറിയൊരു കേക്ക് കേട്ടോ, അതൊക്കെ ഓർഡർ ചെയ്തത് അവരാദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ ഓൾക്ക് ചെറിയ പീസ് കൊടുക്കണ പോലൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വകയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യവും ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അതങ്ങനെ പറ്റിയില്ല കേട്ടോ ഓരോ ഇഷ്യൂ കാരണം. ഫസ്റ്റിൽ ഓൾക്കൊരു ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കൊടുത്തപ്പോൾ ആള് തട്ടണം. അപ്പൊ ഞാൻ അതൊക്കെ ഓപ്പൺ ആക്കി നോക്കി. മോള് പൊതുവേ ഫോട്ടോക്കൊന്നും പോസ്റ്റ് ചെയ്യുന്ന ആളല്ല കേട്ടോ. അങ്ങനെ എനിക്ക് 2 ഫോട്ടോ നല്ലത് കിട്ടി. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നിട്ടോ. വീട്ടിലേക്ക് വന്നപ്പോൾ വലിയ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് വരുമെന്ന് പറഞ്ഞ ആളാട്ട, വൈകുന്നേരം വരണം. അങ്ങനെ പായസമൊക്കെ കൊടുത്തോള് കൊണ്ടുവന്ന് കോണ് ഞങ്ങളും കഴിച്ചു കേട്ടാ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. മറ്റേ ദിലീപിന്റെ ഒരു കോമഡി ഉണ്ടല്ലോ, എടാ ജാങ്കു ഞാൻ പെട്ടടാന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ അവൻ്റെത്. ഓൻ ആ വീഡിയോ ഇതിലിട്ടാല് അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയൊക്കെ ആയിരുന്നു കേട്ടോ. എങ്ങനെയോ പെട്ടതാണ്. അത് കഴിഞ്ഞ് ഉപ്പച്ചിന്റെ വക ഓൾക്കൊരു ചെറിയ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പൊതുവേ എന്റെ ഉപ്പച്ചിക്ക് കേക്ക് മുറിക്കണേ അങ്ങനത്തിനോടൊന്നും യോജിപ്പില്ലാത്താണ്. എന്റെ മോൾക്ക് അതിന് എന്തോ ഒരു ഭാഗ്യം കിട്ടിയിരുന്നു കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ കുഞ്ഞു ബർത്ത്ഡേ വ്ലോഗ്.